സ്പാനിഷ് ഭാഷ മാത്രം കൈകാര്യം ചെയ്യുന്ന ആദരണീയനായിട്ടുള്ള മെസ്സി, ആ മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ലോകം മുഴുവനുമുള്ള ആരാധകർ, ഫുട്ബോൾ പ്രേമികൾ പൈസ സ്പോൺസർ ചെയ്യാൻ തയ്യാറെടുപ്പ് നടത്തി. എത്ര ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ സ്പോൺസർ ചെയ്തെടുത്തിട്ടുണ്ട് എന്നതിനെ കുറിച്ച് പരിശോധിക്കപ്പെടേണ്ടതാണ്. എങ്ങനെയാണോ ഭഗവതിയുടെയും ഭഗവാന്റെയും സ്വത്ത് കള്ളന്മാരായിട്ടുള്ള വ്യക്തികൾക്ക് ഏൽപ്പിച്ചു കൊടുത്തത്, അതേ സാഹചര്യത്തിൽ എനിക്കും നിങ്ങൾക്കും അവകാശപ്പെട്ട കൊച്ചിയിലെ സ്റ്റേഡിയം ഒരു കരാറ് പോലും ഇല്ലാതെ എങ്ങനെയാണ് മിസ്റ്റർ ആൻഡോയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തത്? അതിൽ ആൻഡോയുടെ സഹോദരന്മാർ പാർട്ട്നേഴ്സ് ആണോ, ആരൊക്കെയാണുള്ളത് എന്നതിനെ കുറിച്ചും പൊതുസമൂഹം അന്വേഷിക്കും. തീർച്ചയായിട്ടും ഇതിന്റെ നാൾവഴികളിലൂടെ ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഞാനും അന്വേഷണമൊക്കെ ചെറിയ രീതിയിൽ, കാരണം ഞാൻ അങ്ങനെ വലിയ ഇംഗ്ലീഷ് സ്കൂളിലല്ല പഠിച്ചത്, CBSE സിലബസ് ഒന്നും പഠിച്ച ആളല്ല. ഞാനൊരു സാധാരണക്കാരി, പാടത്തൊക്കെ പണിയെടുത്ത് കഷ്ടപ്പെട്ട് അങ്ങനെ കയറി വന്ന ഒരാളാണ്. അപ്പോൾ എന്നാലും എന്നെ കൊണ്ടാവുന്ന രീതിയിൽ 10-30 കൊല്ലത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മളും കുറച്ച് ഇങ്ങനെ അതിന്റെ പിറകിൽ യാത്ര ചെയ്യുന്നുണ്ട്. അതിലുപരി ഞാൻ മാധ്യമ സുഹൃത്തുക്കളോട് ഒരു കാര്യം പറയുകയാണ്. എന്നെ വേട്ടയാടിയപ്പോൾ, എന്നെ വേദനിപ്പിച്ചപ്പോൾ എനിക്ക് 10,000 തന്ന് സഹായിച്ചവരും 25,000 തന്ന് സഹായിച്ചവരും 1,00,000 തന്ന് സഹായിച്ചവരും ഒക്കെ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിനകത്തുണ്ട്. എന്നാൽ 100 രൂപ പോലും ഞാൻ 9 തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ട് ആവശ്യപ്പെടാത്ത ഒരു വ്യക്തി ഒരു മാധ്യമ സ്ഥാപനത്തെ ഉപയോഗിച്ച് എന്നെ വേട്ടയാടി, എന്നെ അപമാനിക്കാൻ പരിശ്രമിച്ചപ്പോഴും ഞാൻ നേരെ തൃശ്ശൂരിൽ നിന്ന് പോയത് ഡൽഹിയിലെ സുപ്രീം കോടതിയിലേക്കല്ല. ഞാൻ തൃശ്ശൂരിൽ നിന്ന് പോയത് ഗുരുവായൂരിലേക്കാണ്. എൻ്റെ സുപ്രീം കോടതി ഗുരുവായൂരപ്പനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ സുപ്രീം കോടതിയിലേക്ക് നടന്നുപോയി. എൻ്റെ സുപ്രീം കോടതിയിലേക്ക് ഞാൻ നടന്നുപോയി. ഞാൻ അവിടെ ഒരു അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ആ അപേക്ഷയ്ക്ക് ഒരു റിസൾട്ട് കൂടി ഉണ്ടാകാൻ പോകുന്നുണ്ട് എന്ന് മാത്രമേ ഇപ്പം അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുള്ളൂ.